ഓണത്തിന് പഴം കൊണ്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഇതേപോലെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കുക വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടച്ച് ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ പഴം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റാം. അപ്പോൾ എന്താ ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഞാനിവിടെ സാബുനരിയിലെ നമ്മുടെ ചവ്വരി അതൊന്ന് കുതിർത്ത് വെച്ചിരുന്നു. ഇനി അതൊന്ന് വേവിച്ചെടുക്കുക. ഇത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് വേവിച്ചെടുക്കുക. കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ച പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ജീരകവും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചുക്കും കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഇനി ഇതാ ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തൂമിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.